ഹായ് എല്ലാവർക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. എൻ്റെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ പങ്കുവെക്കാമെന്ന് പറഞ്ഞത്. ഞാൻ പങ്കുവെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മാസങ്ങളായി എനിക്ക് പെൻഷൻ കിട്ടുന്നുണ്ടായിരുന്നു. സർക്കസ് പെൻഷൻ, കലാകാര പെൻഷൻ. അത് ഇത്ര കൊല്ലം വർഷം വാങ്ങിക്കൊണ്ട് നിന്ന് എനിക്ക് പെട്ടെന്ന് ഈ കഴിഞ്ഞതിന് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ടും ഈ കണ്ണൂർ ജില്ലയിൽ എനിക്ക് മാത്രം തന്നില്ല. അപ്പം ഞാൻ ഇന്ന് വിളിച്ച് ചോദിക്കും, പെൻഷൻ എല്ലാവർക്കും കൊടുത്തല്ലോ, എനിക്കെന്താ കൊടുത്തരാത്തേന്ന്. ആദ്യം അവർ പറഞ്ഞ് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ATM നോക്കിക്കൊണ്ട് നിൽക്കും. അപ്പോൾ ഇട്ടിട്ടൊന്നുമില്ല. അങ്ങനെ നമ്മൾ പിന്നെ നേരിട്ടൊരു കളക്ടർ ഓഫീസിൽ പോയിട്ട് എന്താ നമുക്ക് പെൻഷൻ കിട്ടാത്ത, എല്ലാവർക്കും കിട്ടിയിട്ട് നമുക്ക് പെൻഷൻ ഒന്നും വന്നിട്ടില്ല. അതിന് മുമ്പേ കളക്ടർ ഓഫീസ് പോകുന്നതിന് മുമ്പിൽ അവർ ഇട്ടിനെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ബാങ്കിൽ പോയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ പെൻഷനും കാര്യങ്ങളൊന്നും വന്നില്ല. എന്നിട്ടാണ് നമ്മൾ ഇവിടെ കളക്ടർ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഒരു സെക്ഷനിലിരിക്കുന്നുണ്ടായിരുന്നു. സർക്കസ് സെക്ഷനിലിരിക്കുന്ന ഒരു സ്ത്രീ പറഞ്ഞു, നിങ്ങളെ പെൻഷൻ നിങ്ങൾക്ക് പെൻഷൻ കിട്ടിയതിൻ്റെ കടലാസ് നിങ്ങൾ ഹാജരാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം അത് ഹാജരാക്കാനല്ല പറഞ്ഞ്, ആദ്യം അവർ പറഞ്ഞ് നിങ്ങൾ ആധാർ ഉണ്ടോയെന്ന് ചോദിച്ചു. ആധാർ കാർഡ് ഉണ്ടോ? ഞാൻ ശരി ആധാർ കാർഡ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാനത് കൊടുത്തതിന് ശേഷം പിന്നെ അവർ പറഞ്ഞ് പെൻഷൻ പാസ്സായിട്ട് കിട്ടുന്ന ഒരു കാർഡ് ഉണ്ടല്ലോ നിങ്ങൾക്ക് എന്ന് പറഞ്ഞു. നമ്മളെ ഫോട്ടോ ഒട്ടിച്ചെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞ് ഉണ്ട്, അതും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു ഇതും തന്നെ, ഇനി എന്താ വേണ്ടതെന്ന്. അന്നേരം പറഞ്ഞ് ശരി നമ്മൾ നോക്കിയിട്ട് നിങ്ങളെ വിളിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ 3 ദിവസം കഴിഞ്ഞിട്ട് അവരൊന്നും പറഞ്ഞില്ല. പിന്നെ പറഞ്ഞ് നിങ്ങളെ ജിയോ നമ്പർ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പാസ്സായതിൻ്റെ എല്ലാവർക്കും പെൻഷൻ ഒന്നിച്ച് പാസ്സാകുന്നതിൻ്റെ ജിയോ നമ്പർ വേണം. അപ്പോൾ ജിയോ നമ്പർ വേണമെന്ന് പറഞ്ഞേരം ഞാൻ പോയി അവരുടെ അടുത്ത് പോയി. ഞാൻ പറഞ്ഞ് അവിടെ അന്നേരം ഒരു ഓഫീസിലെ ആളല്ല, ഒരു പാർട്ടീൻ്റെ ഒരാളായിരുന്നു അവിടെ സെക്ഷനിൽ ഇരിക്കുന്നത്, പാർട്ടീൻ്റെ ഒരു ആൾ. അപ്പോൾ ഞാൻ അവർ പറഞ്ഞ് ഞാൻ പറഞ്ഞ് സാറേ എനിക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് പെൻഷൻ കിട്ടാത്ത കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞ് എന്താണെന്നറിയില്ല, രണ്ടും അന്ന് ആധാർ കാർഡും പെൻഷൻ്റെ കാർഡും കൊടുത്തുതരാം, കിട്ടിയിട്ടില്ല, എന്താണെന്നറിയില്ല, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അവിടെ ഇരിക്കുന്ന അവരെ വിളിച്ചേരം പറഞ്ഞ് ജിയോ നമ്പർ വേണമെന്ന്. അപ്പോൾ അവർ പറഞ്ഞ് സാറേ എൻ്റെ അടുത്ത് ഇപ്പം ജിയോ നമ്പർ ഇല്ല, ഞാൻ ആദ്യം പെൻഷൻ പാസ്സായ സമയത്ത് നമ്മളെ ഫോട്ടോ ഒട്ടിച്ച കാർഡുണ്ട്, ഒരു റോസ് കാർഡുണ്ട് ഫോട്ടോ ഒട്ടിച്ച്, ആ കാർഡ് ആക്കണമെങ്കിൽ ആദ്യം നമുക്ക് പെൻഷൻ പാസ്സായ ഫോം അതാ കൊടുത്തിട്ടാണ് ഈ കാർഡ് അതിന്. അപ്പോൾ ആ സമയം നമ്മളോട് പറഞ്ഞിട്ടില്ല ഇതിൻ്റെ കോപ്പി എടുത്ത് വെക്കണം. അതുകൊണ്ട് ഞാൻ അത് മൊത്തം അവർക്ക് കൊടുത്ത്, അല്ലാണ്ട് കാണാണ്ടാക്കിയിട്ടൊന്നുമില്ല, ഞാൻ അത് കൊടുത്ത്. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ട് അപ്പോൾ അവർ പറഞ്ഞ് ആ സമയത്ത് അവർ പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ആ കാർഡിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതുണ്ടെങ്കിൽ ഇനി ഏത് സ്ഥലത്ത് നിങ്ങൾക്ക് പോയാലും തെളിയിപ്പിക്കാൻ പറ്റും, നിങ്ങൾ പെൻഷൻ വാങ്ങുന്ന ഈ കലാകാരി പെൻഷൻ വാങ്ങുന്ന അത് മതി എന്ന് പറയും. അതുകൊണ്ട് അതൊന്നും നമുക്ക് അത്ര തലയിൽ കടന്നിട്ടില്ല. പക്ഷെ അത് വിശ്വസിച്ച് നമ്മൾ ഇപ്പോൾ ഇത്ര കൊല്ലവും കഴിഞ്ഞ് 10ാമത്തെ കൊല്ലമാണ്, 10 കൊല്ലമായി, ഇപ്പം 11ാമത്തെ കൊല്ലം വാങ്ങുന്നത്. ഇപ്പം ഇങ്ങനെ ഇത്രയും കൊല്ലത്തിൻ്റെ ഇടയിൽ യാതൊരു ഇതുമില്ല. അവർ പറയുന്ന സമയത്ത് നമ്മളെല്ലാം ഹാജരാക്കി കൊടുക്കലുണ്ട്. ഇത് എല്ലാവർക്കും കൊടുത്തിട്ട് നമ്മളോടൊന്ന് വിളിച്ച് പറഞ്ഞാറ്റോ, എന്നാലും ശരി, അന്നേരം അവർ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളറിയില്ല. എന്നാലും 2 പ്രാവശ്യം നമ്മളെ കളക്ടർ ഓഫീസിൽ പോയാലും പറഞ്ഞിട്ടില്ല നിങ്ങൾ ജിയോ നമ്പർ കൊണ്ടാന്ന്. അവരിങ്ങനെ ആ കാർഡ് ഈ കാർഡ് എന്ന് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടേ നിന്നു. അങ്ങനെ ജിയോ നമ്പർ നമ്മൾ അവിടെയുള്ള ഒരാളെന്നെ പറഞ്ഞ് നിങ്ങൾ എവിടെ നിന്ന് ഒപ്പിച്ച് തന്നാൽ നിങ്ങൾക്ക് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ പോയി അവരെ വീട്ടിൽ പോയി അവരോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മളെ ബുദ്ധിമുട്ടില്ല അങ്ങനെ പറഞ്ഞുതരാം. അവർ ഒപ്പിച്ച് തന്നിട്ടില്ല. അവരും കുറേ കളിച്ച് അവരവസാനം പെൻഷൻ നിർത്തേണ്ട വിധത്തിലാണ് അവരെല്ലാം ചെയ്തതെന്ന് വെച്ചാൽ അവസാനം എൻ്റെ ഭർത്താവിൻ്റെ ജോലിക്കാര്യത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു തിരുവനന്തപുരം പോയ സമയത്ത് നമ്മളിങ്ങനെ വിവരാവകാശ കമ്മീഷണറോട് പറഞ്ഞ് സാറേ ഇങ്ങനെയാണ്, നമുക്ക് പെൻഷൻ കിട്ടിയില്ല, ജിയോ നമ്പർ ഹാജരാക്കി. അപ്പോൾ സാറ് പറഞ്ഞതിൻ്റെ ഇതിൽ നമ്മൾ ആദ്യം നിങ്ങൾ പറയുന്ന അവിടെ പോയിട്ട് സാറ് പറഞ്ഞു അവിടെ പോയി അന്വേഷിക്കുന്നു. സാറ് പറഞ്ഞിട്ടാണ് നമ്മൾ അന്വേഷിക്കുക തന്നെ. ഇതല്ലേ നമ്മളിപ്പം പോവുകയില്ല, പെൻഷൻ ഇന്ന് കിട്ടും നാളെ കിട്ടും എന്നിട്ട് ഇങ്ങനെ കാത്തിരിക്കും. പക്ഷെ സാറ് ഇതുകൊണ്ടാണ് നമ്മൾ ആ ഓഫീസിൽ പോയത് തന്നെ, കളക്ടർ ഓഫീസിൽ പോയത്. ഇന്ന് തന്നെ ചെല്ലല്ലേ ഇങ്ങനെ നിൽക്കും, നിങ്ങൾ എന്താ വേണ്ടതെന്ന്. അപ്പോൾ സാറ് പറഞ്ഞ മുഖാനെ നമ്മൾ പോയി അന്വേഷിച്ച് ജിയോ നമ്പർ ഇതാക്കി. ആ രാത്രി മുഴുവൻ എവിടെയുള്ള ജിയോ നമ്പർ ആരൊപ്പരാണ് നമുക്ക് പാസ്സായിരുന്നത് അവരെ കണ്ടുപിടിച്ച്
ജിയോ നമ്പർ നമ്മൾ കൊടുത്തതിന് ശേഷം അവർ ഇട്ടിട്ടില്ല. 2 ദിവസം കൊണ്ട് ഇടാമെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടില്ല. ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടേ നിന്ന്. അങ്ങനെ ഈ ഒരു കാര്യത്തിൽ, എൻ്റെ പെൻഷൻ കിട്ടേണ്ട ഒരു കാര്യത്തിൽ നമ്മളെ വിവരാവകാശ കമ്മീഷൻ സാറ് ഹക്കീം സാർ എന്ന് പറഞ്ഞ സാർ ഇതിൽ ഇടപെട്ടുകൊണ്ടാണ് നമുക്കിന്ന് ഇപ്പോൾ ഈ 2 ദിവസം ശനിയാഴ്ച ഈ കഴിഞ്ഞ ശനിയാഴ്ച നമുക്ക് പെൻഷൻ റെഡിയാക്കി തന്ന സാറ് ഒറ്റ ഇടപെടലും ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ സാറെല്ലാം അന്വേഷിച്ചതിന് ശേഷം, അവർ തിരുവനന്തപുരം എല്ലാം അന്വേഷിച്ചതിന് ശേഷമാണ് പറഞ്ഞ് നിങ്ങളെ പെൻഷൻ ഒരിക്കലും കിട്ടാണ്ടാക്കേണ്ട വിധം ചെയ്തു വെച്ചാൽ, അഥവാ സാറടുത്ത് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും പെൻഷൻ കിട്ടാണ്ടാക്കിക്കും എന്നുവെച്ചാൽ നമുക്ക് ഫുള്ള് സാറ് പറഞ്ഞ് നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ സാറ് പറഞ്ഞ് എല്ലാ തെളിവും സാറിന് അയച്ചു കൊടുത്ത് സാറെല്ലാം അന്വേഷിച്ചിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ പണി ചെയ്ത് ഈ നമ്മളെപ്പോലത്തെ കലാകാരന്മാരൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട പൈസയാണ്, നമ്മൾ ജോലിയെടുത്ത പൈസയാണ് നമ്മൾ വാങ്ങുന്നത്. അതല്ലാണ്ട് മറ്റുള്ളവരെ വീട്ടിൽ നിന്നോ ഇതിൽ അല്ല നമ്മൾ വാങ്ങുന്നത്. ഇത് നമ്മളെ പാവപ്പെട്ട ആളെ നെഞ്ഞത്തടിച്ചിട്ടും വയറ്റത്തടിച്ചിട്ടും ഇവരെ പോലത്തെ ആൾക്കാർ ഇങ്ങനെ പല ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ പല കളി കളിക്കുമ്പോൾ എന്താ ചെയ്യുക? നമ്മൾ ആരെടുത്താ പറയുക? 5 പ്രാവശ്യം കളക്ടർ ഓഫീസിൽ നമ്മൾ ഒരു മാസം ഇതിനു വേണ്ടി നടന്ന് അങ്ങനെ നമ്മളെ കളിപ്പിച്ച് ഇന്ന് തരും നാളെ തരും അവിടെ ഉള്ള ആളും നമുക്ക് സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് അവരും അവരും ആടെ കൊടുത്തിട്ടില്ല, അതിൻ്റെ ഇതൊന്നും കൊടുത്തിട്ടില്ല. എന്നിട്ട് നമ്മളിങ്ങനെ അവരെ വിശ്വസിച്ചു. പക്ഷേ ഇത് ശരിയായ സമയത്ത് പിന്നെ വിവരാവകാശ കമ്മീഷനിൽ നമ്മൾ കൊണ്ട് അവരിടപെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് പെൻഷൻ കിട്ടിയല്ലേ, ഇത് പെൻഷൻ നമുക്ക് കിട്ടൂലേ, ഒരിക്കൽ ഇന്ന് നാളാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അനിശ്ചിതകാലം എനിക്ക് പിന്നെ നിർത്തേണ്ടിയിട്ടാണ് കളിച്ചത് അവർ. നമ്മളെപ്പോലത്തെ ആൾക്കാരോട് എന്തിനാ ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന് പറയാം. നമ്മളെ കഷ്ടപ്പെട്ട അന്യനാട്ടിൽ പോയി നമ്മൾ കഷ്ടപ്പെട്ട എല്ലാം കുടുംബത്തിന് കൊടുത്ത് നമുക്കൊന്നുമില്ല, നമുക്ക് ആകെ കിട്ടുന്ന ഒരു പെൻഷൻ കിട്ടുന്നതാണ് നമുക്കൊരു എന്തെങ്കിലും നല്ലൊരു ഇതാണ്. അധ്വാനിച്ച പൈസ അത് ഇടക്കിടക്ക് നമ്മൾ പോകുന്ന നേരം അവിടെ ഇല്ലേ പിന്നെ സെക്ഷനിൽ അവർ പറയും, ഭർത്താവ് തിരുവനന്തപുരം എന്തിനാ പോയാൽ തിരുവനന്തപുരം നിങ്ങൾക്ക് വീടുണ്ടോ? അപ്പോൾ നമ്മൾ പറഞ്ഞ് അത് ജോലീൻ്റെ കാര്യത്തിന് പോയതാണ്. പിന്നെ അത് പറഞ്ഞ് ഭർത്താവ് കാസർഗോഡ് പണിയെടുത്തിന് അപ്പോൾ കാസർഗോഡ് നിങ്ങൾക്ക് വീടുണ്ടോ? ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് നമ്മളെ ഇങ്ങനെ വട്ടം ചുറ്റി കളിപ്പിക്കുക എന്ന് വെച്ചാൽ നമുക്ക് പൈസ കിട്ടി നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കാൻ പാടില്ല. പക്ഷെ സാറോടെല്ലാം ഇത് പറഞ്ഞുകൊണ്ട് സാറ് കൃത്യസമയത്ത് ഇടപെട്ട് സാർ അത്രയും സത്യസന്ധയിലും സ്നേഹത്തോടും ഇത്ര വലിയൊരു ഓഫീസറാന്നുള്ള യാതൊരു ഇതും ഇല്ല, അത്രയും നല്ല ഒരു പെരുമാറ്റവും അത്രയും നല്ല നമുക്ക് ഇത്രയും നല്ലൊരു ഇത് ചെയ്യുന്ന സാറ് കാരണമാണ് ഞങ്ങൾക്ക് പെൻഷൻ കിട്ടിയത്. സാറിന് വളരെ നന്ദിയുണ്ട് സാറേ. എത്ര പറഞ്ഞാലും മതിയാവില്ല, അത്രയും സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടതിൽ ഞാൻ പറഞ്ഞു എനിക്കിന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ്. അത്രക്കും വേറെ സന്തോഷം എനിക്കും ഭർത്താവിനും വളരെ സന്തോഷമായി. എന്നുവെച്ചാൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഇന്ന് കിട്ടും നാളെ ഓണത്തിനേ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഈ പെൻഷൻ കാരണം. എന്നുവെച്ചാൽ ഭർത്താവിൻ്റെ പണിയെല്ലാം ഇതാകുന്നതിന് മുമ്പിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ടാൾക്കും എന്തെങ്കിലും ഒരു വരുമാനം പൈസ വേണ്ടേ? അതുകൊണ്ട് ഇത് ഒരുപാട് നമ്മൾ നിന്നത്. അങ്ങനെ അവർ തരാണ്ട് നിൽക്കാണ്ട് അപ്പോൾ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഉടനെ ഞാൻ പറയാം, ആരെങ്കിലും പാവപ്പെട്ട ആൾക്കാർക്ക് പെൻഷനോ ഇതോ നിർത്തുമ്പോൾ നിങ്ങളത് ശരിയായ ആൾക്കാരെ കണ്ടു പറയണം. എന്ന് വെച്ചാൽ നമ്മളെ പാവങ്ങളെ ഒരുപാട് വട്ടം കറുപ്പിക്കുന്ന കാലം. ഇതിൻ്റെ അകത്ത് ഒരുപാട് ആൾക്കാർ എൻ്റെ പെൻഷൻ നിർത്തേണ്ടിയിട്ട് ഒരുപാട് ആൾ കളിച്ചിട്ടുണ്ട്. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ആൾ കളി കളിച്ചിട്ടുണ്ട്. പെൻഷൻ കിട്ടാണ്ടും നിർത്താണ്ടും ഒരു പൈസയും നമ്മളെ കൈമ കിട്ടാണ്ട് നിൽക്കണമെങ്കിൽ നമ്മൾ ജീവിക്കറും മര്യാദയ്ക്ക് സന്തോഷത്തിൽ കയ്യേറുന്നു. പക്ഷേ കൃത്യസമയത്താണ് ഇത്രയും വലിയ ഒരു ഉദ്യോഗസ്ഥനായ നമുക്ക് ദൈവദൂതനായിട്ട് നമുക്ക് വന്നത്. അതുകൊണ്ട് സാർ എവിടെയെങ്കിലും നമ്മളെ പിന്നെ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സാറിന് ഒരുപാട് നന്ദി, നമസ്കാരം. എത്ര പറഞ്ഞാലും തീരൂല, അത്രയും ഒരു സന്തോഷമാണ് നമുക്ക് രണ്ടാൾക്കും ഭർത്താവിനും എനിക്കും ഉണ്ടായത്. സാറ് എത്ര ഇടപെടാന്ന് ഇത്രയും നല്ല കൃത്യമായിട്ട് സാറ് ഇടപെട്ട്, അതന്നെ വലിയൊരു കാര്യം. അതാണ് ഏറ്റവും ഒരു കാലത്തും മറക്കാൻ പറ്റൂല. എന്ന് വെച്ചാൽ സാർ ഇത്ര വലിയൊരു ഉദ്യോഗസ്ഥനായി ആയിട്ടും നമ്മളെപ്പോലത്തെ ഒരാളോട് ഇത്രയും നല്ല രീതിയിൽ പെരുമാറി കിട്ടും, നിങ്ങൾക്ക് ഇതിന് അർഹതയുണ്ട കിട്ടും. അതുകൊണ്ട് അത് പറഞ്ഞ് വാങ്ങി തന്നതിൽ ഹൃദയപൂർവ്വം നന്ദി, നമസ്കാരം. ഈ ചാനൽ കാണുന്ന എല്ലാവർക്കും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശരിയായ ഒരു ഉത്തരവാദിത്തമുള്ള ആൾക്കാരെ കാണുക, അവർക്ക് വേണ്ടുന്നത് അയച്ച് നിങ്ങൾക്ക് വേണ്ടുന്നത് ചെയ്യുക. നമ്മളെപ്പോലെ ഒരുപാട് ആൾക്കാർ പെൻഷൻ കിട്ടാണ്ടും പെൻഷൻ തീരെ കൊടുക്കാണ്ടും എല്ലാം ഒരുപാട് ആൾക്കാരുണ്ട് ഇതേപോലെ. ഇത് കണ്ണൂർ ജില്ലയിൽ മൊത്തം കൊടുത്തിട്ട് എൻ്റെതാണ് പിടിച്ചു വെച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ കളിപ്പിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ശരിയായ എടുത്ത് നിങ്ങൾ അതിനുള്ള മറുപടി കൊടുത്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും
അർഹതയുണ്ട്, ആരും വാങ്ങിത്തരും, പേടിക്കണ്ട. നമുക്ക് നമ്മുടെ അടുത്ത് സത്യസന്ധതയുണ്ട്, നമ്മൾ ആരെയും പേടിക്കണ്ട. അതുകൊണ്ട് നേരെ വഴിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്നും സത്യം നമുക്കിത്. അതുകൊണ്ട് ഹക്കീം സാറിന് എൻ്റെ ഒരുപാട് നന്ദി. താങ്ക് യു.